ഇവിടെ എഴുതി വെക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ ഫ്ലെക്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻ റോഡാണ് കേട്ടാ. ഞാനൊരു ഫ്ലെക്സ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഫ്ലെക്സ് ആണ്, 2 ഉണ്ട്. ഒരെണ്ണം ഈ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാനും ഒരെണ്ണം മെയിൻ റോട്ടിൽ നിന്ന് തിരിയണ വഴിക്ക് വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്രെയിമ ഫിക്സ് ചെയ്തിട്ടില്ല, ഇതിങ്ങനെ ഷീറ്റായിട്ട് ഇരിക്കുകയാണ്. ഇത് ഫ്രെയിമ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് കാണാം. ഞാനും സോഫിയും കൂടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഫ്ലെക്സ് വെക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആൻറ്റേട്ടനും വൈഫില്ല, അവർ വൈകിട്ടാണ് വരുള്ളൂ. അപ്പോൾ എന്നോട് വെച്ചോളാൻ പറഞ്ഞു. ആൾക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു, മാറ്റി വെക്കാനായിട്ട്. അപ്പോൾ എന്നോട് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ചോ നീ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫ്ലെക്സ് ഫിക്സ് ചെയ്യാം. നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് വെക്കാം. ഇതാണ് നമ്മുടെ ഫ്ലെക്സ്. എന്നാ നീ എനിക്ക് പുറത്തുനിന്ന് പിടിച്ചു തരോ? അതവിടെ വെച്ചോ. ഒരു ഇവിടെ എഴുതി വെക്കാം. കാണില്ലേ റോട്ടീന്ന്? ചേരട്ട് എടുക്കട്ടെ. ഇതെങ്ങനെയാ കുറച്ചും കൂടി കയറ്റണ റോട്ടീന്ന് കാണാൻ നോക്കി. ഞാൻ നോക്കാം. കുറച്ച് നേരം ഇങ്ങോട്ട് ചെരിച്ച്. ആ ഓക്കെ. ഇനി ഹൈറ്റിക്ക് ആക്കണം വേണ്ടല്ലേ? അപ്പൊ നമ്മളെ ഫ്ലെക്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടാ. അലോറ ഡിസൈൻസ്. ഇതാണ് മെയിൻ റോഡ്. ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് തിരിയണ വഴി. അപ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടാ ഫ്ലെക്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആൻറ്റേട്ടൻ്റെ വീട്. അപ്പോൾ ആൻറ്റേട്ടൻ പറഞ്ഞു എന്നോട് നീ ധൈര്യമായിട്ടോടെ വെച്ചോ, എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വെച്ചേക്കാണ് കേട്ടോ. അലോറ ഡിസൈൻസ്. അപ്പോൾ നമ്മുടെ ഫ്ലെക്സ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന സോഫി. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാട്ടാ. ഞാൻ കുറച്ച് കോട്ടൺ മെറ്റീരിയൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലെക്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെറ്റീരിയൽസ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന പ്രീമിയം കോട്ടൺ മെറ്റീരിയലാണ്. 60 ഇഞ്ചാണ് വിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പൊക്കെ തയ്ക്കാനായിട്ടാണെങ്കിൽ ഒരു 2.5 മീറ്റർ വാങ്ങിക്കേണ്ടടുത്ത് ഇതൊരു 1.60 വാങ്ങിച്ചാൽ മതിയാവായിരിക്കും. മെറ്റേണിറ്റി വെയറൊക്കെ തയ്ച്ചാൽ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. എനിക്ക് ഒരെണ്ണം ഒരു ഓർഡർ ഉണ്ടായിരുന്നു മെറ്റേണിറ്റി വെയർ തയ്ക്കാനായിട്ട്.
അപ്പോൾ ഇത് ആളെന്നോട് ക്ലോത്ത് ആയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് ഫാബ്രിക് ആയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയച്ചു കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ലൈൻസ് വരുന്ന കാരണം വണ്ണമുള്ളവർക്കൊക്കെ അധികം വണ്ണം തോന്നിക്കില്ല ഇങ്ങനെ ലൈനുകളത് സ്റ്റിച്ച് ചെയ്തിട്ടല്ലേ. പിന്നെ ഇതൊരു യെല്ലോ, അതും നല്ല മെറ്റീരിയലാണ് കേട്ടോ. നല്ലൊരു ഷിയർ സക്കറിൻ്റെ പോലത്തെ മെറ്റീരിയലാണ്, കോട്ടൺ ആണ്, പ്രീമിയം കോട്ടൺ ആണ്, അടിപൊളിയാണ്. ഇതും 60 ഇഞ്ച് തന്നെയാണ് കേട്ടോ വിട്ട് വരുന്നത്. ഈ യെല്ലോ കളർ എനിക്കൊരു ഫ്രോക്ക് തയ്ക്കാനായിട്ടൊരു എൻക്വയറി വന്നേക്കണതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെയ്യാം കേട്ടോ. പിന്നെ ഈ കാണുന്ന വൈറ്റ് ആണ് കേട്ടോ. ഇതാണ് എനിക്ക് മെറ്റേണിറ്റി വെയർ തയ്ക്കാനായിട്ട് ഓർഡർ വന്നിരിക്കുന്നത് കേട്ടോ. ഇത് സൂപ്പർ മെറ്റീരിയൽ എന്ന് വെച്ചാൽ അടിപൊളിയാണ്. കോട്ടൺ തന്നെയാണ്, 60 ഇഞ്ച് തന്നെയാണ് വിത്ത്. അപ്പോൾ നമുക്ക് കുറച്ച് തുണി എടുത്താൽ മതി. അപ്പോൾ 3 മീറ്റർ എടുക്കുന്നിടത്ത് നമുക്ക് 2 മീറ്റർ എടുത്താൽ മതി. അങ്ങനെ വ്യത്യാസമുണ്ട്. തുണിക്ക് തടം കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറവ് മെറ്റീരിയൽ എടുത്താൽ മതിയാവും. കണ്ടതിലൊരു ലൈൻസും വരുന്നുണ്ട്. പിന്നെ ആ ഒരു ഫ്ലോറൽ വർക്കൊക്കെ ആയിട്ട് നല്ല നല്ല കോട്ടൺ മെറ്റീരിയലാണ്, കാണാനും ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ലേസൊക്കെ അറ്റാച്ച് ചെയ്ത് ചെറിയൊരു എംബ്രോയ്ഡറി ഒക്കെ കൊടുത്ത് നെക്കിൽ ഒരു പീറ്റർ പെൻ മോഡൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ തയ്ച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പാലക്കാട്ടേക്ക് അയച്ചു കൊടുക്കാനുള്ളൊരു ഓർഡറാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഫാബ്രിക് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ അയച്ചു കൊടുക്കണതെന്ന് കേട്ടോ. അപ്പോൾ ഒരു ഡോക്ടറാണ്, എൻ്റെ ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ ആൾ നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇങ്ങനെ ഇഷ്ടമാവണ മെറ്റീരിയൽസൊക്കെ പറയുമ്പോൾ എന്നോട് പറയും ഇങ്ങനെ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അയച്ചു കൊടുക്കലാണ് പതിവ്. സ്റ്റിച്ച് ചെയ്തും കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇത് ആൾക്ക് ആളുടെ അമ്മയ്ക്ക് അങ്ങാണ്ട് വന്നിട്ടാണ്. അപ്പോൾ ആൾ എന്നോട് ഫാബ്രിക്കായിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയച്ചു കൊടുക്കുന്നതാണ്.